ഹായ് ഗായ്സ്, എന്തെങ്കിലും വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അതായത് ഒരു മൺഡേ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഇന്നിപ്പോ മൺഡേ ആണല്ലോ. ഞാനിത് പോസ്റ്റ് ചെയ്യേ ട്യൂസ്ഡേ ആയിരിക്കും, അത് വേറെ കാര്യം. ഇപ്പൊ ഞാനിത് അടുക്കളയിലാട്ടോ, കുറച്ച് പരിപാടിയിലാണ്. ഉമ്മ ഓൾറെഡി ഭൂരിയൊക്കെ ചുട്ടിട്ടുണ്ട്, ചോറാക്കിയിട്ടുണ്ട്, പരിപ്പ് കറി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ചിക്കൻ കൊണ്ടുവരികയാണെങ്കിൽ ചിക്കൻ കറി ആക്കണം. അപ്പൊ ഞാൻ ഭൂരിക്ക് മുട്ട റോസ്റ്റ് ആക്കാന്ന് കരുതി അങ്ങനെ അടുക്കളയിലോട്ട് കയറിയതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എഗ്ഗ് പുഴുങ്ങാൻ വെച്ചതായിരുന്നു കുക്കറില്, അതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കലാപരിപാടികൾ എന്ന് പറയാൻ. പിന്നെ ഇന്നിപ്പോ പ്രത്യേകിച്ച് വലിയ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്ലാസ്സും കാര്യങ്ങളും ഇല്ല. ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ എന്റെ ക്ലാസ് അല്ലെങ്കിൽ ഞാൻ എന്താ പഠിച്ചേ അതൊക്കെ ഫുള്ള് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. കാരണം ഇപ്പൊ എന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പിന്നെന്ന് വെച്ചാല് ഇന്നിപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും ID കാർഡ് റെഡിയാക്കാൻ വേണ്ടി പോകണം. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. കുട്ടു ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഓന് 18-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ഓന്റെ ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു 19-ന്. അപ്പൊ അത് കൂടാൻ വേണ്ടിയിട്ട് വന്നതാ. ഇനിയിപ്പം ബാംഗ്ലൂരേക്ക് തിരിച്ചു പോകുന്നില്ല, ഓൻ ഗൾഫിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഇപ്പം ബാംഗ്ലൂരേക്ക് ഇപ്പൊ എന്തായാലും തിരിച്ചു പോകുന്നില്ല, മിക്കവാറും ഗൾഫിലേക്ക് കയറും. ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഓന്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയാൻ. ഞാനിപ്പോ ഇവിടെ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഭൂരിക്ക് പരിപ്പ് കറി അത്ര ഒരു സുഖകരമായ കോമ്പിനേഷൻ അല്ലാത്തത് കൊണ്ട് ഞാൻ കരുതി എഗ് റോസ്റ്റ് ഉണ്ടാക്കാന്ന്. അതാണ് പരിപാടി. ഉമ്മാനെ കൊണ്ടാക്കാൻ വേണ്ടി കുട്ടു ഇപ്പൊ പോയിട്ടുണ്ട്. കുട്ടുവിന്റെ കൂടെ തന്നെ പക്കടവും പോയിട്ടുണ്ട്. ഒരു പോയി. അപ്പം ഇന്നത്തെ കലാപരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊന്ന് ഈ സ്മാർട്ട് എന്നാണ് എനിക്ക് തോന്നുന്നു, കൽപ്പറ്റുള്ള അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്ന ഒരു നല്ല എനിക്ക് ഫുഡ് കഴിക്കാൻ നല്ലൊരു പ്ലേറ്റ് വാങ്ങണമെന്ന്. പ്ലേറ്റ് ഉണ്ട്, അതുകൊണ്ടല്ല. പക്ഷെ എനിക്ക് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പം പ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്ലേറ്റ് വാങ്ങണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് വാങ്ങണം. പിന്നെ ID കാർഡ് ശരിയാക്കാൻ വേണ്ടി പോകണം. പിന്നെ പറ്റുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ അത് പോകണമെന്നുണ്ട്. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്ന്. എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടോ. നമ്മൾ ഇന്നലത്തെ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അതൊന്നു ഭയങ്കര തലവേദന. പിന്നെ രാത്രിക്ക് വൈകിട്ടാണ് കഴിച്ചത് ഇന്നലെ പോയിട്ട്. ആ ഒരു വീഡിയോ ഓൾറെഡി ഞാനിന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യും. അപ്പം അപ്ലോഡ് ചെയ്യും. ഭയങ്കര തലവേദന, ഭയങ്കര തലവേദന. ക്രീമിലെ സാധനങ്ങളുമായിക്കോട്ടെ, ഭക്ഷണം കഴിക്കാനായി പോട്ടോ. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ഭൂരി കേട്ടോ, 1 2 രണ്ടെണ്ണം തന്നെ ധാരാളം. പിന്നെ ഒരു ഫുൾ എഗ്ഗും ഒരു ഹാഫ് എഗ്ഗും റോസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കഴിക്കണം. അപ്പോഴത്തേക്ക് കുട്ടും തക്കടും വരും. കുട്ടുവിനുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് വേഗം ഷടേന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് വരാം കേട്ടോ. കുറേ നാളായിട്ട് റേഷൻ കാർഡ് ID കാർഡ് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷെങ്കിൽ ഇതുവരെ റെഡിയാക്കിക്കില്ല കേട്ടോ. ഇതുവരെ ഞാൻ വോട്ടും ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് പോയിട്ട് ചെയ്യാന്ന് കരുതി. ഇപ്പൊ കുട്ടുണ്ടല്ലോ, അപ്പൊ വേഗം പോയിട്ട് ചെയ്തിട്ടൊക്കെ വരാം. സമയം എത്രയായി? ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്നു. പറിച്ചൂട്, പറിക്കടാ. വേണ്ട, താഴെ തന്നെ കൊറേ ഒന്നും വേണ്ടാലോ. ഓ, പൊട്ടിച്ചൂട്. അതാ ഒന്ന്, അവിടെ ഒന്ന്. ഇതാടാ, അതല്ല അവിടെ ഒരു വലുത്. അതും പറിച്ചോ. കുറേ പറിച്ച് ആശാക്കണ്ട, പൗപ്പിക്ക. അതും പറിച്ചോ.
അതാടാ ഇതോ ചെറുതല്ലേ ചെറുതാ ഇതോ ഞങ്ങൾ അവിടത്തെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ കേട്ടോ. ഏകദേശം 12:30 ആയപ്പോഴാണ് കുട്ടൂനത് മാത്രം ചെയ്ത് കഴിഞ്ഞത്. തിരക്കുണ്ടേനു, പക്ഷെ നമ്മൾ പോയപാടെ നോണ്ട് ചെയ്ത് തുടങ്ങിയിട്ട് തന്നെ 12:30 സമയമായി കേട്ടോ. അപ്പം എൻ്റെയും കൂടെ ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേനൊരു സമയമാകും. പിന്നെ തക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഭയങ്കര കരച്ചിലും ഇതൊക്കെയായിരുന്നു. അന്നേരം ഈ ചൂടൊക്കെ ആയിട്ട് തോന്നും. അപ്പം ഞാൻ പിന്നെ ഓളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു. എൻ്റെ ഇനിയിപ്പോൾ പിന്നെ ഒരു ദിവസം പോയിട്ട് ശരിയാക്കണം. പിന്നെ ഞങ്ങൾ നേരെ നമ്മൾ പുറകെ പോയി അവിടെ നിന്ന് 4-5 മാങ്ങയും പറിച്ച് ഇങ്ങോട്ടേക്ക് പോന്ന്. ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര തലവേദന. പാത്തു നല്ല ഉറക്കിലാട്ടോ. പാത്തു കുറച്ച് നേരമായി ഉറങ്ങുന്നത്. അങ്ങനെ അവളെ കുളിപ്പിച്ച് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓൾ അങ്ങനെ ഉറങ്ങിപ്പോയി. അന്നേരം ഇപ്പം സമയം 5:30-5:45 ആയിക്കുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ഹബീബി പനമരത്തെ ഹബീബിയുടെ കപ്പ ബിരിയാണി ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ കപ്പ ബിരിയാണി. ഇപ്പം ഞാൻ ഇപ്പോൾ കുട്ടുന്നത് വാങ്ങിയിട്ട് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഓരോ വിളിപ്പിച്ച സമയത്ത് ഒരെന്തോ ഇന്ന് ഓർഡർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇല്ലയെന്ന് പറഞ്ഞിരുന്നു, പിന്നെ രണ്ടാക്കുള്ളത് മാറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അവനത് കപ്പ ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിക്കുന്നു കേട്ടോ. അതിന് മുന്നേ നമുക്ക് മില്ലൂക്കിൽ ഉപ്പാൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അത് ഉമ്മ കുറച്ച് മാങ്ങ, അതേപോലെ തന്നെ ബട്ടർ, അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അതിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നേരെ ഹബീബിയിൽ പോയിട്ട് അതെടുത്തിട്ട് വരും. അപ്പോൾ വരുന്നതിന് മുന്നേ ഞാൻ കട്ടൻ ചായയൊക്കെ വെച്ച് ഇവിടെ സെറ്റായിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് ക്വാളിറ്റിയിലെ കപ്പ ബിരിയാണി കിട്ടിയാലും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹബീബിത്തെ കപ്പ ബിരിയാണി എന്നും കൂടെ പറയുമ്പോൾ എനിക്ക് എന്താ പറയുക, ബൾബ് കത്തി എൻ്റെ മുഖത്തൊക്കെ. ഇനിയിപ്പോൾ ആ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് എടുത്തിട്ട് വരണം. 6 മണിയാകുമ്പോൾ ചെല്ലാനാണ് പറഞ്ഞത്. ആദ്യം വിചാരിച്ച് ഞങ്ങൾ അവിടെ ഷോപ്പിൽ പോയിട്ട് കഴിക്കാമെന്ന്. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു മഴയൊക്കെ പെയ്തതുകൊണ്ട് പിന്നെ തക്കുടൂനിയൊക്കെ എടുത്ത് പോയിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഇടങ്ങാറാണ്. അപ്പം പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ ഓൻ പോയി വാങ്ങിയിട്ട് വരട്ടേന്ന്. ഓനിപ്പോൾ പോയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് എന്താക്കണം, ചായ കാച്ചി വെക്കണം. അപ്പോഴത്തേക്ക് തക്കുടു ചിലപ്പോൾ എണീക്കുമായിരിക്കും. തക്കുടൂന് പിന്നെ ഇഷ്ടമില്ല. തക്കുടൂന് ഇങ്ങനത്തെ ഇങ്ങനെ കൊയാന്നുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമില്ല. ഓൾക്ക് അതൊക്കെ കാണുമ്പോൾ എന്തോ മാതിരിയാണ്. പൊതുവേ ഒക്കെ അങ്ങനെ കൊയ ഇനിയിപ്പോൾ ചോക്ലേറ്റ് ആണെങ്കിലും മെൽറ്റായി പോയവൾ അത് കഴിക്കുമല്ലോ, ഒക്കെ എന്തോ പോലെയാണ്. അങ്ങനെയാണ് അവസ്ഥ. അപ്പം പിന്നെ ഇതെന്തായാലും കഴിക്കില്ലല്ലോ. ഞാൻ എന്തായാലും അത് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സാധനങ്ങൾ കിട്ടിയിട്ടോ. ഇത് ചിക്കനാണ്. ചിക്കൻ കവറിൽ പിന്നെ ഒന്നും കൂടി പേപ്പർ പൊതിഞ്ഞ തോന്നുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് അച്ചാറിടാനുള്ള മാംഗോ, കുറേയൊന്നുമില്ല, കുറച്ചുണ്ടെന്നാലും. പിന്നെ ഇതിൽ തക്കുടുവിൻ്റെ പാലുണ്ട്, ബട്ടർ ഉണ്ട്. എന്നിട്ടിപ്പോൾ ഓന് കപ്പ ബിരിയാണി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് ചായ വെക്കാം. തക്കുടുവിന് പാലും തിളപ്പിച്ച് വെക്കണം. ആറ് മണിക്ക് കിട്ടേണ്ട കപ്പ ബിരിയാണി 7 മണിക്കാട്ടോ കിട്ടുന്നത്. 7 മണിയല്ലേ? കാത്തിരുന്ന് ഞാൻ അവിടെ ഞാൻ മുന്നേ തിന്നയാം, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ടേസ്റ്റ് അറിയാം. ഞാൻ അതേറ്റിട്ട് അടുത്ത് വയ്ക്കുന്നത് അടിപൊളിയല്ലേ? വെറുതെ പറയില്ല, സംഭവം അടിപൊളിയാ. പക്ഷെ ഇത് കൈ കൊണ്ട് കഴിക്കാം. കപ്പ ബിരിയാണിയും ഒക്കെ കൈ കൊണ്ട് കുഴച്ച് കഴിക്കുമ്പോഴാണ് ഒരു രസം. ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാം ഞാൻ കൈ കൊണ്ടൊന്നും. അപ്പൊ ഗായ്സ്, നമ്മുടെ ഈ ചിക്കൻ പൊരിയിലൂടെ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ചിക്കൻ പൊരിച്ച് ചോറ് കഴിക്കണം. ചോറ് കഴിക്കണമെന്ന് കാണിക്കുന്നുണ്ട്. സാധാരണ നോർമൽ ചോറ്, പരിപ്പ് കറി, ചിക്കൻ പൊരിച്ചത്, ഇതന്നെ. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കാണിക്കാനും മാത്രം ഒന്നുമില്ല. എത്രയും നേരം കാണിക്കാൻ മാത്രം കാര്യമായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.